ഹലോ, ടോപ്പ് 10 മൂവീസ് റിവ്യൂയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ മൂവികളെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി മൂവീസ് റിവ്യൂ ഒക്കെ ചെയ്തിട്ട്. നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക, ഷെയർ, ബെല്ലട്ടൺ ഓൺ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ പിന്തുണയുമാണ് ഞങ്ങളിപ്പോഴുള്ള ഇൻഫ്ലുവൻസറിൻ്റെ ബലവും. സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന ആ ഒരു സപ്പോർട്ട് എന്നുമെന്നും നിങ്ങളുടെ ഇനിയും കൂടുതൽ സ്നേഹം ഞങ്ങൾക്ക് വേണമെന്നുള്ള ആ ഒരു ഫാമിലി എന്ന സ്നേഹത്തിന് മുന്നിൽ നിങ്ങൾ എല്ലാമാണ്. അപ്പോൾ നിങ്ങളില്ലെങ്കിൽ നമ്മളെന്ന ഇൻഫ്ലുവൻസറുമില്ല. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടി, മെഗാസ്റ്റാർ മമ്മൂട്ടി വളരെ കാലത്തിന് ശേഷം ടർബോ എന്നൊരു മൂവിയുടെ റിലീസ് കുറച്ച് ദിവസം മുമ്പ് 23-24 ടർബോ റിലീസ് ചെയ്തു. വളരെ ആക്ഷൻ പ്രാധാന്യവും ഉള്ള ഒരു സിനിമയായിരുന്നു. സിനിമ ഞാൻ ഇന്നാണ് കാണാൻ സാധിച്ചത്, സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ന് സിനിമയുടെ റിവ്യൂവുമായി ഇത്തിരി വൈകിപ്പോയെങ്കിലും നമുക്ക് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് കരുതി. അതിലേക്ക് കാസ്റ്റ് ചെയ്തത് പ്രധാനപ്പെട്ട റോളിൽ ജോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി ഇതിൽ അവതരിപ്പിച്ചത്. മമ്മൂട്ടി മെയിൻ കഥാപാത്രമായി ഈ ഒരു മൂവിയിലുണ്ട്. അഞ്ജന ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു പുതിയ കാസ്റ്റ് കുട്ടിയാണ് ഇതിൽ നായികയാക്കിയത്. രാജ്ബി ഷെട്ടിയാണ് മികച്ച വില്ലൻ വേഷത്തിൽ വന്ന് സിനിമയൊന്ന് കുലുക്കിയത് എന്ന് പറയുന്നു. ഒരു വില്ലൻ റോള് തന്നെയാണ്, വില്ലൻ്റെ എൻട്രിയാണ് മാസ്. ആൻഡ് അതിൻ്റെ ക്ലൈമാക്സ് പോലും വില്ലനെ സ്വരൂപിച്ചൊരു ചിത്രം തന്നെയായിരുന്നു എന്നത് വളരെ വണ്ടർഫുൾ പറയാം. മികച്ചൊരു വില്ലൻ, ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി വില്ലൻ തന്നെയായിരുന്നു രാജ്ബി ഷെട്ടി എന്ന ഈ കൊട്ടൂര വില്ലനെ നമുക്ക് കാണാൻ പറ്റി. ബിന്ദു പണിക്കർ ജോസ് എന്ന വ്യക്തിയുടെ അമ്മയായിട്ട്, പേടിയുള്ള അമ്മയുടെ മകനായിട്ടാണ് മമ്മൂട്ടി അതിൽ വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനാണ് ജോസ്. അപ്പോൾ ആ ജോസ് എന്ന കഥാപാത്രം വളരെ ഗംഭീരമായും അമ്മയും മകനും ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയി എന്നതാണ് ഈ ഒരു കഥാപാത്രത്തിൽ എനിക്ക് തോന്നുന്നത്. സുനിൽ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ആക്ടർ കോമഡി പ്രാധാന്യങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ വില്ലൻ കഥാപാത്രവും ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച സുനിൽ എന്ന് പറയുന്ന ഓട്ടോബില്ല ഒരു നല്ലൊരു കഥാപാത്രം തന്നെയാണ്. ദിലീഷ് പോത്തൻ ഈ ഒരു സീനിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. VTV ഗണേഷ് എന്ന് പറയുന്ന പോലീസ് കഥാപാത്രത്തിലായിരുന്നു. സിദ്ദീഖില്ല, ജോണി ആൻ്റണി ഇതിലൊരു മികച്ച കഥാപാത്രം. നിരഞ്ജന അനൂപ്, കബീർ ദുഹാൻ സിംഗ്, ശബരീഷ് വർമ്മ, ഇതിൽ പ്രധാന റോളിൽ ശബരീഷ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അരുലോദോസ് എന്ന DVSP വേഷം അബിൻ ബിനോ എന്ന് പറയുന്ന ഒരുത്തനും ഈ കഥാപാത്രത്തിൽ മെയിനായി ആയിരുന്നു. സിനിമയുടെ ഓവർ റിവ്യൂ എന്ന് പറയുമ്പോൾ, വൈശാഖാണ് ഈ സിനിമ സംവിധാനം ചെയ്ത എന്ന ആ ഒരു പാറ്റേൺ മിഥുൻ മാനുവൽ തോമസിൻ്റെ രചനയിലാണ് മമ്മൂട്ടി ഈ കഥാപാത്രം
അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി നിർമ്മിച്ചിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയാണ്. ഇന്ത്യയിൽ മലയാള ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ. ആക്ഷനും കോമഡിയും രണ്ടും കൂടി ഒത്തുചേർന്ന ഒരു സിനിമയായി മാറി എന്ന് തന്നെയാണ് കണ്ട പ്രേക്ഷകരെന്നൊരു രീതിയിൽ വളരെ രസകരമായി തോന്നിയ അടിക്കടി കോമഡി ഒക്കെ നമുക്ക് വേണ്ടതെല്ലാം അവിടെ വിളമ്പി വെച്ചിരുന്നു വൈശാഖ് എന്ന് പറയുന്ന ഈ ഡയറക്ടർ. രാജ്ബേ ഷെട്ടി എന്ന മികച്ച വില്ലൻ, സുനിൽ കബീർ, ദുഹാൻ സിംഗ് എന്നിവരോടൊപ്പം മമ്മൂട്ടി ടൈറ്റിൽ റോളിൽ ഈ ഒരു സിനിമ ഗംഭീരമാക്കി. അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ, ശബരി വർമ്മ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ചു. സംഗീതം ക്രിസ്റ്റോ സേവ്യറായി നിർവഹിച്ച 2024 മെയ് 23 ഇത് റിലീസ് ചെയ്തു. അപ്പോൾ സേവ്യർ നിർവഹിച്ച വിഷ്ണു ശർമ്മയും ഷമീർ മുഹമ്മദും യഥാക്രമം ഛായാഗ്രഹണവും എഡിറ്ററും നിർവഹിച്ചു. നിർമ്മാണം മമ്മൂട്ടി കമ്പനി, രചന മിഥുൻ മാനുവൽ തോമസ്. അപ്പം ഇപ്പോൾ ഒരു 70 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ നല്ല റെക്കോർഡ് 52.11 കോടി 4 ഡേയ്സ് കളക്ഷനിൽ ഇത് വാരിക്കൂട്ടിയിട്ടുണ്ട്. അപ്പം മികച്ചൊരു കളക്ഷനും കൂടി നേടിയ ഒരു സിനിമ. 155 മിനിറ്റ് പെർ സെക്കൻഡ് ഈ സിനിമയുടെ സ്ക്രീൻ ദൈർഘ്യം ഉണ്ടായിട്ടുണ്ട്. വിതരണം വെഫെയർ ഫിലിംസ്, ഇന്ത്യൻ ടൂത്ത്, ഗ്ലോബൽ ഫിലിംസ്, ഓവർസീസ്. എല്ലാ ഓവർസീസ് ഗ്ലോബൽ വില്ലേക്കാണ് ഇവർ വിതരണം ചെയ്തിരിക്കുന്നത്. രാജ്യം ഇന്ത്യ മുഴുവനും ഇത് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ ഉറപ്പായും പോയി തിയേറ്ററിൽ പോയി കാണണം. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ പിന്തുണക്കണം. ഈ സിനിമയ്ക്ക് കുറവൊന്നും പറയാനില്ല. മമ്മൂട്ടി എന്ന വ്യക്തിയെ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞൊരു വെല്ലുവിളിയാണത്. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇതിനും വലിയൊരു സ്വീകരണം മറ്റു സിനിമയിൽ ബിലാൽ എന്ന ജോൺ കുരിശലിനെയൊക്കെ മാറ്റിവെടിച്ച ഒരു ജോസിൻ്റെ സിനിമയാണ്. ജോസ് പടർന്ന് വെല്ലുവിളിക്കുന്ന ഈ കഥ അവസാനിക്കുന്ന ഒരു കഥയാണ്. തുടങ്ങാൻ ആരംഭം കുറിച്ച സിനിമയാണ്. അതായത് ടർബോ ജോസ് എന്ന പേരിൻ്റെ ഒറ്റ പേരിലാണ് ഈ സിനിമ. ടർബോ ജോസ് ആരാണെന്നോ എന്തെന്നല്ല, ആ വ്യക്തി ആ സിനിമയിൽ എന്തെല്ലാമായിരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഒരു ക്യാരക്ടറും ഈ ക്യാരക്ടറിൻ്റെ മൂഡ് സിങ്കൊക്കെ ഒട്ടും ചേരാത്തൊരു വേഷമല്ല, ഒട്ടും ചേരുന്ന വേഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം വൈശാഖ് എന്ന സംവിധായകൻ മമ്മൂട്ടിയെക്കുറിച്ച് എങ്ങനെ അഭിനയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ എക്സ്പ്രഷൻ ചെയ്തിരിക്കുന്നു. ടർബോ ജോസ് തിയേറ്ററിൽ പോയി കാണുക. പടം ഗംഭീരമായി എൻ്റർടൈൻമെൻറ്റ് ഓഫ് ആക്ഷൻ, കോമഡി ഒക്കെ നിങ്ങൾ ആസ്വദിക്കുക. അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കണ്ടെങ്കിൽ കണ്ടു എന്നും, ഇല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടർബോ ജോസ് ഗുഡ്. 5 10 മാർക്കെങ്കിലും
10% മാർക്കെങ്കിലും ഈ സിനിമയ്ക്ക് കൊടുക്കാം. കാരണം അത്രയും ഗംഭീരമാണ്, മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ വൈശാഖ് എന്ന ഡയറക്ടറോട് പറയാം. ഈ സിനിമയ്ക്ക് ഒട്ടും ഒരു മൂലയിൽ പോലും വിള്ളൽ വീണിട്ടില്ല. അങ്ങനെ വീഴുകയാൻ ശ്രമിച്ചാലും വീഴത്തുമില്ല. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരും എന്നൊരു രീതിയിലാണ് സിനിമയുടെ പോക്ക്. അത് വരണം, അത് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കും. അവർ അതിനുള്ള കാത്തിരിപ്പിലാണ്. ടർബോ ജോസ് എക്കാലത്ത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സിനിമ, ഒരു അടിപ്പടം നമ്മളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അത് മേക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിക്ക് ഇനിയും സിനിമകൾ ചെയ്യാമെന്ന് പ്രൂവ് കാണിച്ച ഒരു സിനിമ തന്നെയായിരിക്കും ടർബോ. മാറ്റിപ്പിടിക്കൽ, ഒരു മാറ്റത്തിൻ്റെ എല്ലാ ചേരുവകളും അടങ്ങിയ റിയൽ എൻ്റർടൈനർ ആക്ഷൻ കോമഡി മൂവി. ഇത് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് മെഗാസ്റ്റാർ മൂവി. താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ അവർ